സനൽകുമാർ ശശിധരൻ സംവിധാനം ചെയ്ത് ടൊവിനോ നായകനായി എത്തിയ വഴക്ക് 2022 റിലീസാകേണ്ടിയിരുന്ന സിനിമ ഇപ്പോൾ സംവിധായകൻ ഫേസ്ബുക്കിലാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. സിനിമ റിലീസ് ചെയ്യാതിരുന്നതിൻ്റെ കാരണം ഇനിയും കൃത്യമായി വ്യക്തമല്ല. വിവാദമാകാൻ പറ്റിയ കണ്ടന്റൊന്നുമല്ല ചിത്രത്തിൽ പറയുന്നത്. പറഞ്ഞു തീർക്കാവുന്ന പല കാര്യങ്ങളും പരസ്പരം വിശ്വാസമില്ലായ്മയും ഒരു വേർപിരിയലിൽ വരെ എത്തുന്നതും അതിൻ്റെ അനന്തരഫലം അവരുടെ കുട്ടികൾ അനുഭവിക്കുന്നു എന്നൊക്കെ ചിത്രത്തിൽ കാണാം. ഒരു പ്രകൃതി പടമാക്കാൻ ശ്രമിച്ചതിൻ്റെ പോരായ്മകളും കാണാം. നല്ല ലാഗുണ്ട്. ക്ഷമയോടെ ഒരു ഡയലോഗിനായി നന്നായി വെയിറ്റ് ചെയ്യണം. പടം 1 മണിക്കൂറും അരമണിക്കൂർ ലാഗുമാണ്. നായകനായി എത്തുന്ന ടൊവിനോയെ സൈഡാക്കിയുള്ള സുദേവിൻ്റെ മികച്ച പ്രകടനം സിനിമയിൽ കാണാം. അസീസിന് ഇനിയും നല്ല ക്യാരക്ടർ റോൾസ് കിട്ടേണ്ടതുണ്ട്. കനി കുസൃതിയെപ്പറ്റി പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഒരു കൊമേഴ്ഷ്യൽ വിജയം പ്രതീക്ഷിച്ചുള്ള സിനിമയല്ല ഇത്. അതുകൊണ്ട് വിജയിച്ചില്ലെങ്കിലും പ്രശ്നമില്ല. അവാർഡ് മൂവീസ് ഗണത്തിൽ പെടുത്താവുന്നതാണ്. ഈ ഡയറക്ടറുടെ മറ്റ് സിനിമകൾ ശ്രദ്ധിച്ചാൽ നമ്മൾക്കത് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പിന്നെ 1.5 മണിക്കൂർ മാത്രം ഉള്ളതുകൊണ്ട് വെറുതെ ഇരുന്ന് കാണാം. ഏതോ ഒരു കാട്, അവിടെ ഒറ്റപ്പെട്ട സ്ഥലത്ത് ഒരു കാർ. അതിൽ നമ്മുടെ നായകൻ സിദ്ധാർത്ഥ് ഭാര്യയുമായി വഴക്കിടുന്നു. അവരുടെ കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിയുമുണ്ട്. എന്നാൽ ഇപ്പോൾ ഡിവോഴ്സിലേക്കാണ് സംസാരങ്ങൾ. ഭാര്യ ലക്ഷ്മിക്ക് ഡിവോഴ്സ് വേണം എന്നാണ് നിർബന്ധം. സിദ്ധാർത്ഥിന് വേറെ സ്ത്രീകളുമായി അടുപ്പമുണ്ട്, സ്വഭാവം ശരിയല്ല, സ്നേഹമൊക്കെ കള്ളമായിരുന്നു. ഇതാണ് ലക്ഷ്മിയുടെ ആർഗ്യുമെൻറ്റ്സ്. നിനക്ക് വേറെ കാമുകനുണ്ടോ എന്ന ചോദ്യത്തിന് നിശബ്ദതയാണ് ലക്ഷ്മിയുടെ മറുപടി. നമ്മൾ പിരിഞ്ഞാൽ മകൾ ഒറ്റയ്ക്കാവും എന്നൊക്കെ സിദ്ധാർത്ഥ് പറയുന്നുണ്ട്. വീണ്ടും കാട്ടിലൂടെ യാത്ര തിരിക്കുന്ന സിദ്ധാർത്ഥ്. ഇനി അങ്ങോട്ടുള്ള ഭാഗങ്ങൾ നായകൻ്റെ ഹാലൂസിനേഷൻ പോലെയാണ് എനിക്ക് തോന്നിയത്. വഴിയിൽ വെച്ച് അയാൾ ഒരു അമ്മയെയും മകളെയും കാണുന്നു. സ്ത്രീയുടെ വേഷം ചെയ്തിരിക്കുന്നത് കനി കുസൃതിയാണ്. പേര് പറയുന്നില്ല. കനി കുസൃതി വളരെ അവശതയായി വഴിയിൽ വീഴുന്നു. സിദ്ധാർത്ഥ് അവരെ ആശുപത്രിയിലാക്കാം എന്ന് പറഞ്ഞ് കാറിൽ കയറ്റുന്നു. കുറച്ചു നേരത്തിനുള്ളിൽ അവരുടെ ഭർത്താവ് ബൈക്കിൽ വന്ന് കാർ തടഞ്ഞ് ഭാര്യയെയും കുട്ടിയെയും വിളിച്ചിറക്കി കൊണ്ടുപോകുന്നു. ഭർത്താവായി എത്തുന്നത് അസീസാണ്. ഈ ബഹളത്തിനിടയിൽ കനിയുടെ കയ്യിൽ നിന്നും ഒരു കവർ നിലത്ത് വീണു പോകുന്നു. അതിലെ പേഴ്സിൽ ഒരു നമ്പർ കാണുന്നു. ആ നമ്പറിൽ സിദ്ധാർത്ഥ് വിളിക്കുന്നു. റെസ്പോൺസ് ഇല്ല. പകരം സിദ്ധാർത്ഥിന് ഒരു ഭീഷണി ഫോൺ കോൾ വരുന്നു. ഇതിനിടയിൽ സിദ്ധാർത്ഥ് ആ സ്ഥലത്തെക്കുറിച്ച് ഒരു സുഹൃത്തിനോട് അന്വേഷിക്കുന്നു. അതൊരു നൊട്ടോറിയസ് പ്ലേസ് ആണെന്നൊക്കെ സുഹൃത്ത് പറയുന്നു. അങ്ങനെ വഴിയിൽ വീണ കവർ തിരിച്ചു കൊടുക്കാൻ സിദ്ധാർത്ഥ് അവരുടെ വീട്ടിൽ ചെല്ലുന്നു. അവിടെ എത്തുമ്പോഴേക്കും അവരുടെ വീട്ടിൽ നിന്ന് വഴക്ക് കേൾക്കാം. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അതിരുകടന്ന വഴക്കും സംഭാഷണങ്ങളും, അവർക്കിടയിൽ നിസ്സഹായിയായി നിൽക്കുന്ന മകളും. ഇതിനിടയിൽ പ്രണയവിവാഹമായിരുന്നു എന്നൊക്കെ അസീസ് പറയുന്നുണ്ട്. ഭാര്യയെ ചികിത്സിച്ച് പൈസ തീർന്നുവെന്നും. സിദ്ധാർത്ഥ് തിരിച്ചു പോകാൻ ശ്രമിക്കുമ്പോൾ ഭാര്യ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയും സിദ്ധാർത്ഥ് രക്ഷിക്കുകയും ചെയ്യുന്നു. സിദ്ധാർത്ഥിൻ്റെ ലൈഫുമായി കൂടി ഈ സംഭവം കണക്ട് ചെയ്യുന്നുണ്ട്. തിരിച്ച് കാറിൻ്റെ അടുത്തെത്തുന്ന സിദ്ധാർത്ഥ് ചിലരെ കാണുന്നു. അവരുടെ കയ്യിൽ തോക്കുകളുണ്ട്. സിദ്ധാർത്ഥിന് വന്ന അനോണിമസ് കോൾ വഴി വന്നവർ. അവർക്ക് ആ വിളിച്ച നമ്പർ എങ്ങനെ കിട്ടിയെന്നാണ് അറിയേണ്ടത്. ആ കൂട്ടത്തിലെ ഓഫീസറായി റോൾ ചെയ്യുന്നത് സുദേവ് നായരാണ്. അങ്ങനെ വീണ്ടും അസീസിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഫോൺ നമ്പറിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ കനി എന്തൊക്കെയോ ഒളിക്കുന്ന രീതിയിലാണ് കാണിക്കുന്നത്. ശേഷം വഴക്ക് ശക്തമാകുമ്പോൾ സുദേവ് കനിയെയും അസീസിനെയും ഷൂട്ട് ചെയ്യുന്നു. ഒറ്റയ്ക്കാവുന്ന മകളെ ടൊവിനോ രക്ഷിക്കാൻ നോക്കുമെങ്കിലും മകളും എവിടേക്കോ പോകുന്നു. സംസാരശേഷിയില്ലാത്ത കുട്ടിയെന്നാണ് ആദ്യം പറയുന്നത്. എന്നാൽ കുട്ടി സിനിമയുടെ അവസാനം പേര് പറയുന്നുണ്ട്, താര. താര എന്ന് തന്നെയാണ് സിദ്ധാർത്ഥിൻ്റെ മകളുടെ പേരും. സിനിമയിലെ ബുദ്ധിജീവി കളികളിലേക്ക്. കാട്ടിൽ വെച്ച് സിദ്ധാർത്ഥൻ കാണുന്ന ഭാര്യയും ഭർത്താവും മകളും സിദ്ധാർത്ഥൻ്റെ ലൈഫ് തന്നെയാണ്. അച്ഛൻ്റെയും അമ്മയുടെയും വഴക്കിനിടയിൽ നിശബ്ദയായി നിൽക്കുന്ന മകൾ. ഭാര്യയ്ക്ക് അസുഖത്തിന് നല്ല ചികിത്സ കൊടുക്കാൻ മടി കാണിക്കുന്ന അസീസും ഡിവോഴ്സ് നോട്ടീസ് ഒപ്പിട്ട് കൊടുക്കാത്ത സിദ്ധാർത്ഥും ഒരേ നാണയത്തിൻ്റെ 2 വശങ്ങളാണ്. സുദേവ് കോടതിയാണ്, നിയമം നടപ്പിലാക്കാൻ വന്നവൻ. ഫോൺ നമ്പറിനെ പറ്റി ചോദിക്കുമ്പോൾ കനി ഒളിക്കുന്നതും കാമുകൻ്റെ കാര്യം ചോദിക്കുമ്പോൾ സിദ്ധാർത്ഥിൻ്റെ ഭാര്യ ലക്ഷ്മി നിശബ്ദയാവുന്നതും ശ്രദ്ധിക്കണം. എന്നാൽ പുരുഷന്മാർ ഭാര്യയെ ഓർത്ത് ആദ്യ രാത്രി തന്നെ സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞ് കിടക്കാനുള്ള കുഴി നേരത്തെ തോണ്ടിവെക്കും. ആരും നല്ലവരല്ല. അന്തിമ തീരുമാനം കോടതിയുടേതാണ്. അസീസിനെയും ഭാര്യയെയും ഷൂട്ട് ചെയ്തതുപോലെ സിദ്ധാർത്ഥിനെയും ലക്ഷ്മിയെയും കോടതി വേർപിരിക്കും. അവരുടെ വഴക്കിന് അവസാനമായി അവർ വേർപിരിയും. ഭാര്യ ഭർത്താക്കന്മാർ എന്ന നിലയിൽ ഇനി അവർ മരിച്ചവരെ പോലെയാകും. ഇനി ഉള്ള മകൾ എവിടേക്കെന്നോ എങ്ങോട്ടെന്നോ അറിയാതെ പോകും. ഇനി മകളായിരിക്കും സംസാരിക്കുക. പക്ഷേ എന്താണെന്നറിയത്തില്ല. ആക്ച്വലി ഇത്തരം സിനിമകൾ ചെയ്തു വിടുമ്പോൾ ഡയറക്ടർ ഒരു നറേഷൻ കൂടി കൊടുക്കണം. ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ് എന്നും പറഞ്ഞിട്ട്. അല്ലെങ്കിൽ ഇങ്ങനെ കാണുന്നവർ ഓരോന്ന് അവരുടെ വീക്ഷണത്തിൽ കണ്ടെത്തും. ശരിക്കും മേൽപ്പറഞ്ഞ കാര്യങ്ങളാണ് ഡയറക്ടർ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. എന്നേക്കാൾ ബുദ്ധിയുള്ളവർ ഇതിലും വിദഗ്ധമായ രീതിയിൽ മറ്റെന്തെങ്കിലും കണ്ടെത്തുമായിരിക്കാം. ആ കണ്ടെത്തലുകൾ എന്താണെന്നത് നിങ്ങളും അറിയിക്കുക.
പിന്നെ കനി കുസൃതി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ടൊവിനോ രക്ഷിക്കുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോൾ ടൊവിനോയും കനിയും തമ്മിൽ ഒരു കിസ്സിങ്ങിനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. ഇതിൽ നിന്നും ഡയറക്ടർ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മാത്രം മനസ്സിലായില്ല. ചിലപ്പോൾ സ്നേഹത്തിൻ്റെ അതിപ്രസരമായിരിക്കാം.